ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ 10th ലെവലിലെ പ്രധാനപ്പെട്ട എക്സാംസ് LDC കഴിഞ്ഞു, അതുപോലെ സെക്രട്ടേറിയറ്റ് OA പ്രിലിമിനറി കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു, കുറച്ച് പേരൊക്കെ ക്വാളിഫൈ ആയി. ദെൻ അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ് അതിന്റെയും പ്രിലിംസിന്റെ റിസൾട്ട് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പേർക്കൊക്കെ കിട്ടി. അപ്പൊ ഇതൊന്നും കിട്ടാതെ പോയ കുറെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. അപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം? അപ്പൊ ഇത് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ പരിചയപ്പെടുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ www.challengerup.in എന്ന വെബ്സൈറ്റിൽ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്ലസ് അതിന്റെ ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ട്, പിന്നെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന രീതി ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലെ മെമ്മറി കോഡുകളും ഒക്കെ നമുക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജില്ലകളിൽ നിയമനം കൂടുതലാണ്, ചിലയിടത്ത് കുറവാണ്. അപ്പൊ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റാത്തൊരു പോസ്റ്റ് ആണ്. നന്നായി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഓർക്കുക. ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും, ഭയങ്കര വലിയ കട്ട് ഓഫ് ആയി പോയി വന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ നിന്നും ഔട്ടായി. പക്ഷെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒന്നുണ്ട്. ഇപ്പൊ ലബോറട്ടറി അസിസ്റ്റന്റ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്ര വലിയ കട്ട് ഓഫ് ഒന്നുമില്ല, ഒരു മീഡിയം ലെവലിലൊക്കെ എഴുതിയവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനിയും എങ്ങനെ പഠിച്ച് ഈ ഒരു 10th ലെവൽ, ശരിക്കും ഈ വർഷത്തെ 10th ലെവലിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അവസാനത്തെ ഒരു എക്സാം ആയിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ. കാരണം PFA, കമ്പനി ബോർഡ്, LGS അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. കമ്പനി ബോർഡ് ഇതല്ല ക്വാളിഫിക്കേഷൻ എങ്കിലും അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ഡിസംബർ ലാസ്റ്റിലൊക്കെ വരുള്ളൂ. സോ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും എക്സാമുകൾ. അപ്പൊ ഈ ഒരു 10th ലെവൽ അടുത്തൊരു എക്സാമിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിയമനം നടക്കത്തില്ല, പഠിക്കേണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ അതൊക്കെ പറഞ്ഞോട്ടെ, നമ്മൾ കുറച്ച് പെട്ടെന്ന് പഠിച്ചു മാറ്റി. ഈ മാസത്തെ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഫസ്റ്റ് ടിപ്പ്, സിലബസ് അറിഞ്ഞു പഠിക്കുക. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് സിലബസ് അറിഞ്ഞു പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസിൽ നിങ്ങൾ നോക്കിക്കേ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ 30 മാർക്ക് കിട്ടും. മാത്രമല്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സിലബസിൽ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിലെ മാത്സിലെ ഇംഗ്ലീഷിലെ മലയാളത്തിലെ വൊക്കാബുലറികളൊക്കെ തന്നെ PYQs ആണ്. സോ നമ്മളൊരു 10 വർഷത്തെ വൊക്കാബുലറികൾ ഇംഗ്ലീഷിലെ മലയാളത്തിലെ സിനോണിംസും ആന്റോണിംസും ഫ്രൈസൽ വെർബ്സും ഫോറിൻ വേർഡ്സും ഒക്കെ ഒരു ബുക്കിൽ എഴുതി തന്നെ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് റാങ്ക് ഫയൽ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ പഠിക്കുക, മറന്നു പോകുന്നു എന്ന് തോന്നുന്നത് മാത്രം ഒന്ന് എഴുതി വെക്കുക. ഇതുപോലെ മാത്സും സിലബസിലുള്ള ടോപ്പിക്കുകളെല്ലാം പഠിച്ചിട്ട് മാക്സിമം ഒന്നും വേണ്ട, നമ്മുടെ കഴിഞ്ഞുപോയി LDC, LGS ഇതിന്റെ 2ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക, ആ മോഡലിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ 30 മാർക്ക് നമുക്കൊരു 25 മാർക്കെങ്കിലും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ വരിക. പിന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് 2025 നമുക്ക് ഏത് മാസമാണ് എക്സാം നടക്കുന്നത് അതിന് ഒരു മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ്, 2024 അതുപോലെ 23 ഇമ്പോർട്ടന്റ് അവാർഡുകൾ, വേദികൾ, തീം അതെല്ലാം പഠിക്കണം. അപ്പൊ ഇത്രയും ഭാഗങ്ങളാകുമ്പോൾ 50 മാർക്ക് നമുക്കായി. പിന്നെ നമ്മള് ഏറ്റവും അതായത് കുറഞ്ഞ പഠിച്ചിട്ട് മാക്സിമം മാർക്ക് നേടാൻ കഴിയുന്ന ടോപ്പിക്കുകളിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഈ ഒരു ടോപ്പിക് അങ്ങ് കഴിയുക. ഇതില് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക് അതിന്റെ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ 4-3 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ നമ്മളുടെ കയ്യിൽ തന്നെ ഇപ്പൊ 55 മാർക്ക് ആയിട്ടുണ്ട്. ഈ 55 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതില് ചോദിച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും സെയിം സിലബസ് തന്നെയാണ്, പഠിക്കുക. ഹോട്ട് ടോപ്പിക്സ് ആണത്. അതിലുള്ള ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ വിട്ടേക്കരുത്. അതിലുള്ള ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. അപ്പൊ തന്നെ അത്യാവശ്യം നമ്മൾ സിലബസ് അറിഞ്ഞു പഠിക്കുകയാണ്. രണ്ടാമത് നമുക്കൊരു എയിം ഉണ്ടാവണം. ആ ഒരു എയിമിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കാൻ. നിങ്ങൾക്കൊരു എയിം അസിസ്റ്റന്റ് സെയിൽസ്മാൻ, നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം, അത് വിട്ടുകളയുക. അവര് സെയിൽസ്മാൻ ഒന്നും നിയമനമില്ലാത്ത, ഞാൻ പല വീഡിയോയുടെ എന്റെ തന്നെ കാണാറുണ്ട്, ഇതിലേക്ക് നിയമനമില്ല പഠിക്കേണ്ടെന്ന്. പക്ഷെ ഈ കമന്റ് ഇടുന്ന ആള് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് റാങ്കിൽ വരുന്നത്.
നന്നായി പഠിക്കുന്ന കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ കയറി പോകുന്നുണ്ട്. അപ്പം മൂന്നാമത് നമ്മൾ നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കുക. 4, നമ്മളെ സോഷ്യൽ മീഡിയ നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ നമ്മൾ ഒരുപാട് സമയം അതിനായിട്ടൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒരു ലക്ഷ്യം, ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ആണെങ്കിൽ എക്സാം കഴിയുന്നത് വരെ അങ്ങനെയുള്ള നമ്മുടെ ഇൻസ്റ്റ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, പിന്നെ കുറെ ഫങ്ഷൻസ് ഒക്കെ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒട്ടും നമുക്ക് പറ്റാത്ത ഫങ്ഷൻ പോയേ പറ്റൂ, അങ്ങനെയുള്ളതിനൊക്കെ പോവുക. ബാക്കിയുള്ള ടൈമുകൾ പഠനത്തിന് വേണ്ടി തന്നെ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത സ്ട്രെസ്. നമുക്ക് ഇപ്പം ഇതിന്റെ എക്സാം എന്തായാലും ഈ ഒരു വർഷം ഉണ്ടാവും. ഇപ്പൊ എക്സാം അടുക്കും തോറും നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ റിവിഷൻ കൊടുത്തുകൊണ്ട് ഒരുപാട് സോഴ്സിലേക്ക് നമ്മൾ പോകരുത്. ഇപ്പം ആറ്റം പഠിക്കുക, ഇവിടുന്ന് ഒരു വീഡിയോ പഠിച്ചു, അവിടുന്ന് ഒരു വീഡിയോ പഠിച്ചു, മറ്റേടത്തുനിന്ന് ഒരു വീഡിയോ പഠിച്ചു, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഒരു വീഡിയോ പഠിച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ട്, ക്ലാസ് എടുത്ത ടോപ്പിക്ക് പഠിച്ചു, അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അഥവാ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ നോക്കിയ റാങ്ക് ഫെയിൽ മിസ്സായ പോയിന്റ്സ് ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു 10-20 വീഡിയോ കണ്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എക്സാം ഡേറ്റ് നമ്മുടെ കയ്യിൽ എത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യല്ല. നിങ്ങൾ ഏത് സോഴ്സിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ സോഴ്സിനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം മോക്കുകൾ എഴുതുക. മോക്കുകൾ എഴുതുമ്പോൾ നമ്മൾ വിട്ടുപോയ പോയിന്റുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിക്കുക. നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലേക്ക് പോവുക, നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഒപ്പം തന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കിക്കേ, നമ്മുടെ കോഴ്സുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് ഉണ്ട്, സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതിനോടൊപ്പം റെക്കോർഡഡ് സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസും അതുപോലെ തന്നെ ഓർത്തിരിക്കാൻ ചെറിയ ചെറിയ മെമ്മറി ക്യാപ്സൂൾസും ഒക്കെ ഉണ്ട് ഈ ഒരു ബാച്ചിൽ. ജോയിൻ കോഴ്സ് കൊടുക്കുക. അവിടെ നിങ്ങളോട് ഒരു കൂപ്പൺ കോഡ് ചോദിച്ചിട്ടുണ്ട്, അതവിടെ നിങ്ങൾ സജിത എന്ന കൂപ്പൺ കോഡ്, സജിത 1999 സജിത 1999 എന്ന കോഡ് അടിച്ചു കൊടുക്കുക. അപ്പൊ കോഴ്സിന്റെ ഫീ 1999 ആണ്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ താല്പര്യമുള്ള ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ കേരള PSCയിലെ ആണെങ്കിലും അതുപോലെ SSC, ബാങ്ക്, ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.